പൂജവെപ്പിന്റെ നാളുകളാണിത്. ഒപ്പം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലു പൂജകളും തുടങ്ങിക്കഴിഞ്ഞു. ബൊമ്മക്കൊലു പൂജയിലൂടെ ദൈവ സാന്നിധ്യം ഉണ്ടാകും. ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. അത്തരത്തിലൊരു ബൊമ്മക്കൊലു പൂജയുടെ കാഴ്ചകൾ കാണാം. തിരുവനന്തപുരം പൂജപ്പുര വിദ്യാധിരാജ റോഡിലെ സൗവർണിക ഭവനത്തിൽ കുറച്ചു ദിവസങ്ങളായി വലിയ തിരക്കാണ്. രാത്രിയും പകലും വീട്ടിലേക്ക് എത്തുന്നത് നിരവധി പേരാണ്. അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെയാണ് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഈ വീട്ടിലേക്ക് കയറുന്നത്. അത്രത്തോളം മനോഹരമായിട്ടാണ് ഇവിടെ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. കണ്ടു തൊഴാനെത്തുന്നവരെ പുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണ് റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനായ സുകുമാരപിള്ളയും ഭാര്യ മീനയും. 45 വർഷമായി തുടങ്ങിയ ഇവരുടെ ഈ ശീലത്തിന് ഇന്നും മാറ്റമില്ല. എൻ്റെ കുടുംബ വീട്ടിൽ തുടങ്ങിയതാ. എനിക്കിപ്പോൾ 70 വയസ്സായി. ഏതാണ്ട് 67-68 വർഷമായിട്ട് മുടക്കമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവൾക്ക് ഇൻട്രസ്റ്റായി. ഈ 45 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുക. അത് കുടുംബ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. നവരാത്രി ആഘോഷവേളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ബൊമ്മക്കൊലു ഒരുക്കിയുള്ള പ്രാർത്ഥനകൾ. കേരളത്തിൽ ബ്രാഹ്മണ സമൂഹ മഠങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കൽ നടക്കാറ്. ബൊമ്മ എന്നാൽ പാവയെന്നും കൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം. 3, 5, 7, 9 എന്നിങ്ങനെ ഒറ്റയക്കത്തിലായിരിക്കും പടികളുടെ എണ്ണം. ദേവീദേവന്മാരുടെ കളിമണ്ണിൽ തീർത്ത മനോഹര രൂപങ്ങൾ ഈ പടികളിൽ വെച്ച് ബൊമ്മക്കൊലു ഒരുക്കും. സരസ്വതി ദേവി, ദശാവതാരങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേകം, കൃഷ്ണനും രാധയും എല്ലാം ബൊമ്മകളായി ഉണ്ടാകും. ദൈവം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നതായിട്ടുള്ള പ്രതീകമാണ് എനിക്ക് 10 ദിവസവും. അപ്പം എല്ലാവരും വരുമ്പോഴും അതിനേക്കാളും തൃപ്തിയാണ്. ഇവിടെ ഉള്ള എല്ലാവരും ശരിക്കും അമ്പലം പോലെ വിചാരിച്ചു വന്ന് തൊഴാറുണ്ട്. ആദ്യ 3 ദിവസങ്ങളിൽ ദുർഗയ്ക്കും, തുടർന്നുള്ള 3 ദിവസം ലക്ഷ്മിക്കും, പിന്നീടുള്ള 3 ദിവസം സരസ്വതിക്കുമാണ് പൂജ ചെയ്യുന്നത്. ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകും. പെൺകുട്ടികൾക്കായി താമ്പൂലവും ഇവിടെ നൽകുന്നുണ്ട്. ബൊമ്മക്കൊലു പൂജയിലൂടെ വിദ്യാവിജയവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ഷാൻ JS-നും വൈശാഖിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.